പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 8ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ നമുക്ക് അടുത്ത് ചെല്ലാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ അവൻ വായിക്കുന്നു, അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെന്നു ഇരുമ്പ് വാതിക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ആരാധന പല വിധത്തിലും ആകാമെങ്കിലും ശരിയായ ദൈവഭക്തന്മാർ എല്ലാം അധരം തുറന്ന് ദൈവത്തെ ആരാധിച്ചിരുന്നതായി ദൈവവചനം രേഖപ്പെടുത്തുന്നു. ദൈവം സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും പലവിധ വിഷയങ്ങളുടെ മറുപടി ആഗ്രഹിക്കുന്നവരും വായി തുറന്ന് ഹൃദയഭാരത്തോടെ നിലവിളിക്കണം. ഹൃദയത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടോ മനസ്സ് വിഷമിച്ചത് കൊണ്ടോ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആകയാൽ നമ്മുടെ അധരവാതിൽ തുറന്ന് ഹൃദയഭാരത്തോടെ ദൈവസന്നിധി നിലവിളിച്ചാൽ നിശ്ചയമായും ദൈവം മറുപടി നൽകുവാനിടയാകും. തൻ്റെ മക്കളുടെ വിവിധ ആവശ്യങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്ക് അസാധ്യമായ വിഷയങ്ങളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. തൻ്റെ അടുക്കൽ വ്യവസ്ഥ പ്രകാരം വരുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലുകൾ ഇന്നും ദൈവം തുറന്നു കൊടുക്കും. ആമേൻ, ഹല്ലേലൂയ. പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും കയ്പുനീർ ആവോളം കുടിച്ച തൻ്റെ ജനത്തിനു വേണ്ടി അവരുടെ മരുഭൂപ്രയാണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുവാൻ ദൈവം കരുണയുള്ളവനായിരുന്നു. കർത്തൃ ശുശ്രൂഷയിൽ അവൻ ഏർപ്പെട്ടിരിക്കുന്ന തൻ്റെ ദാസന്മാർക്കും സുവിശേഷത്തിൻ്റെ വ്യാപാരത്തിനായി ദൈവം വചനത്തിൻ്റെയും കൃപാവരങ്ങളുടെയും അധികാരം കൊടുത്തു. എല്ലാ വാതിലുകളും അടയുമ്പോൾ തൻ്റെ ഭക്തന് വേണ്ടി ദൈവം വാതിൽ തുറക്കുവാൻ ഇടയാകും. വചനം അനുസരിക്കാത്ത അവൻ ഒരു വ്യക്തിക്കും ദൈവം വാതിലുകളെ തുറക്കുവാൻ സാധ്യതയില്ല. എന്നാൽ തൻ്റെ ഭക്തൻ്റെ മുമ്പിൽ മറ്റെല്ലാ വാതിലുകളും അടയുമ്പോൾ അവൻ ദൈവം ഒരു വാതിൽ തുറക്കുവാനിടയായി. അടയപ്പെടാത്തതും ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തതുമായ വാതിൽ തുറക്കുവാൻ ദൈവം ശക്തനാണ്. ഭക്തന് മരണത്തിലും പ്രത്യാശിക്കുവാൻ വകയുണ്ട്. നിർമ്മല സുവിശേഷം ഭയം കൂടാതെ ആരുടെയും മുഖം നോക്കി ആത്മനിറവിൽ പ്രസംഗിച്ച സ്തെഫാനോസിനെ കല്ലേറുകൊണ്ട് മരിക്കേണ്ടി വന്നു. എന്നാൽ തൻ്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ സ്വർഗം തുറക്കുന്നതും യേശു കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ടുകൊണ്ടാണ് താൻ യാത്രയായത്. ഏത് വിധത്തിലായാലും നമ്മുടെ മരണം നിശ്ചയമാണ്. എന്നാൽ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ലാസറിൻ്റെ ആത്മാവിനെ ദൂതസംഘം എതിരേറ്റ് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ എത്തിച്ചതുപോലെ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കാൻ ദൈവം സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് തൻ്റെ ദൂതന്മാരുമായി കാത്തിരിപ്പും ഉണ്ട്. സങ്കീർത്തനക്കാരൻ പാടുന്നത് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നാണ്. അതേ പ്രിയ ദൈവവൈതലി, കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറന്നതുപോലെ ഈ 7-ാം മാസം തൻ്റെ ഭക്തന്മാർക്കായി ചില വാതിലുകളെ ദൈവം തുറക്കുവാൻ ശക്തനാണ്. സ്വർഗം തുറക്കുവാൻ പോകുന്നു. അടങ്ങിയിരിക്കാതെ അധരവാതിലുകളെ തുറന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ, നിലവിളിക്കാമോ? കുഞ്ഞെ, ചില പട്ടണവാതിലുകൾ നിന്റെ മുന്നിൽ ഈ നാളുകളിൽ തുറക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ ഈ പ്രഭാതം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. അടങ്ങിയിരിക്കാതെ അധരവാതിൽ തുറക്കട്ടെ. തൻ്റെ സ്നേഹിതന് വേണ്ടി ഹല്ലേലൂയ. അർദ്ധരാത്രി സ്നേഹിതൻ്റെ വാതിക്കൽ മുട്ടിയ സ്നേഹിതന് വേണ്ടി അകത്തു കിടന്ന സ്തോത്രം സ്നേഹിതൻ വാതിൽ തുറന്ന് 3 അപ്പം വായ്പ ചോദിക്കാൻ പോയ
തൻ്റെ സ്നേഹിതന് വേണ്ടി വേണ്ടുവോളം കൊടുത്ത് തൃപ്തനാക്കുവാൻ ഒരു സ്നേഹിതൻ അവൻ വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ, ഇന്ന് പകൽക്കാലത്തിൽ ഈ 8ാമത്തെ ആമേൻ പ്രഭാതത്തിൽ, 7ാം മാസത്തിൻ്റെ 8ാമത്തെ പ്രഭാതത്തിൽ ആമേൻ ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ആമേൻ കഴിഞ്ഞ നാളുകളിൽ അടയപ്പെട്ട വാതിലുകൾ, ശത്രു അടച്ച വാതിലുകൾ ആമേൻ സ്വർഗം നിനക്കായി തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കാമോ? ഈ പ്രഭാതം ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അവർ 1ാം കാവൽ ആമേൻ 2ാമത്തേതും കടന്ന് പട്ടണവാതിൽ ആമേൻ ഇരുമ്പ് വാതിൽക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറക്കുവാനിടയായി. ഒരു മനുഷ്യക്കരം ഒരു മനുഷ്യക്കരം ഇടപെടാത്ത, തൊടാത്ത, ആമേൻ രാഷ്ട്രീയക്കാർ തൊടാത്ത, സംഘടനകൾ തൊടാത്ത ഒരു കരം ആമേൻ ഒരു വാതിൽ അവൻ നിനക്കായി തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരു മേഘത്തിൻ്റെ കരം വെളിപ്പെട്ടതുപോലെ കുഞ്ഞെ, ഈ പ്രഭാതം സ്തോത്രം നിന്റെ തലമുറകൾക്കായി, നിനക്കായി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ദൈവം ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. വിശ്വസിക്കാമോ? കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ ദൈവക്കുഞ്ഞുങ്ങളുടെ മുന്നിൽ അടയപ്പെട്ട വാതിലുകളെ ഈ നാളുകളിൽ സ്വർഗം തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ വിദ്യാഭ്യാസ മേഖലകൾ അടഞ്ഞുപോയ ആമേൻ സ്തോത്രം കർത്താവേ, ആമേൻ വാതിലുകൾ തുറക്കട്ടെ. ഉപജീവന വാതിലുകൾ അടഞ്ഞുപോയെങ്കിൽ കർത്താവേ സ്തോത്രം, ഏതൊക്കെ വാതിലുകൾ ആമേൻ തൻ്റെ ഭക്തന്മാരുടെ മുന്നിൽ അടഞ്ഞുപോയോ അതൊക്കെയും സ്വർഗം തുറക്കേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ശക്തമായ ദൈവപ്രവൃത്തികൾ കണ്ട് സന്തോഷിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസന്മാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.